ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മാർച്ച് 16 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എത്രാമത് ഭാരത് രത്ന പുരസ്കാരമാണ് 2024 ഫെബ്രുവരിയിൽ LK അദ്വാനിക്ക് ലഭിച്ചത്? ഉത്തരം 50ാമത്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഉൾപ്പെട്ട കറാച്ചിയിൽ 1927 നവംബർ 8 ജനനം. വിഭജനകാലത്ത് മുംബൈയിലെത്തി. കേന്ദ്രമന്ത്രിസഭയിൽ വാർത്താവിതരണം, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല വഹിച്ച അദ്വാനി രാജ്യത്തിന്റെ 7ാമത് ഉപപ്രധാനമന്ത്രിയായും പ്രവർത്തിച്ചു. BJP അധ്യക്ഷൻ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പദവികളും വഹിച്ചു. 1990 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യ രാമജന്മഭൂമി വിഷയമുയർത്തി അദ്വാനി നയിച്ച രാമരഥയാത്ര ദേശീയ രാഷ്ട്രീയത്തിൽ ദിശാമാറ്റം സൃഷ്ടിച്ചു. 2019 വരെ ലോക്സഭാ അംഗമായിരുന്നു. മൈ കൺട്രി മൈ ലൈഫ് ആത്മകഥയാണ്. മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ പകർത്തുന്നതിന്റെ ഭാഗമായി ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ അടുത്തിടെ വയർലെസ് ചിപ്പ് ഘടിപ്പിച്ചു. ഏത് കമ്പനിയാണ് ഈ പരീക്ഷണം വിജയകരമായി നടത്തിയത്? ഉത്തരം ന്യൂറാലിങ്ക്. മൃഗങ്ങളിലെ പരീക്ഷണത്തിന് ശേഷം 2023 മെയ്യിലാണ് മനുഷ്യരിൽ ചിപ്പ് പരീക്ഷിക്കാൻ ന്യൂറാലിങ്കിന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി ലഭിച്ചത്. അന്വേഷണാത്മകമായ ഈ പരീക്ഷണത്തെ പ്രൈം എന്നാണ് വിളിക്കുന്നത്. മുടിനാരുകളേക്കാൾ നേർത്ത 64 ചെറുനാരുകളാണ് ചിപ്പിലുള്ളത്. ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് ചമ്പായ് സോറൻ? ഉത്തരം ജാർഖണ്ഡ്. കള്ളപ്പണ കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഗതാഗത മന്ത്രിയായ ചമ്പായ് സോറൻ മുഖ്യമന്ത്രിയായത്. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ബഡ്ജറ്റായിരുന്നു? ഉത്തരം 6ാം തവണ. സ്വതന്ത്ര ഇന്ത്യയുടെ 92ാമത് ബഡ്ജറ്റാണ് 56 മിനിറ്റ് കൊണ്ട് നിർമ്മല അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ധനമന്ത്രി RK ഷൺമുഖ ഷെട്ടിയാണ്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത് മൊറാർജി ദേശായി. ഏറ്റവും ദീർഘമായ ബഡ്ജറ്റ് പ്രസംഗം നടത്തിയതും നിർമ്മലയാണ്. 2020 2 മണിക്കൂർ 42 മിനിറ്റ്. 1977 ജനതാ പാർട്ടി മന്ത്രിസഭയിലെ ധനമന്ത്രി HM പട്ടേലാണ് ഏറ്റവും ചെറിയ ബഡ്ജറ്റ് പ്രസംഗം നടത്തിയത്, വെറും 800 വാക്കുകൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ 2020 ബോളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം? ഉത്തരം ദീപ്തി ശർമ്മ. പാകിസ്ഥാന്റെ സാദിയ ഇക്ബാലും 2ാം സ്ഥാനത്താണ്. ഇരുവർക്കും 718 പോയിന്റ് വീതം. ഇംഗ്ലണ്ടിന്റെ സോഫിയ എക്സ്ലിസ്റ്റൺ 777 പോയിന്റുമായി 1ാം സ്ഥാനത്താണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ? ഉത്തരം അനിൽ ലഹോട്ടി. റെയിൽവേ ബോർഡ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്നു. 4 മാസം മുൻപ് PD വഗേല വിരമിച്ച ഒഴിവിലാണ് നിയമനം. 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം? ഉത്തരം BAPS ഹിന്ദു മന്ദിർ, അബുദാബി. UAE സർക്കാർ സൗജന്യമായി നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ബോച്ച സൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സൻസദ എന്ന ഹൈന്ദവ വിഭാഗത്തിന്റെ ചുമതലയിലാണ് ക്ഷേത്രം. 700 കോടി രൂപയായിരുന്നു ചെലവ്. UAEയിലെ 7 എമിറേറ്റുകളെ പ്രതിനിധാനം ചെയ്യുന്ന 7 ഗോപുരങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2.
സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിന് 2024 ഫെബ്രുവരി 4-ന് എത്ര വർഷം തികഞ്ഞു? ഉത്തരം 20. 2004 ഫെബ്രുവരി 4-നാണ് മാർക്ക് സക്കർബർഗും സുഹൃത്തുക്കളും ചേർന്ന് ഫേസ്ബുക്ക് ഡിജിറ്റൽ ലോകത്ത് അവതരിപ്പിച്ചത്. 2021-ൽ ഫേസ്ബുക്ക് മെറ്റ എന്ന മാതൃക കമ്പനിയുടെ അധീനതയിലായി. 2023-ലെ റിപ്പോർട്ട് പ്രകാരം ഫേസ്ബുക്കിന്റെ ഒരു മാസത്തെ ഉപയോക്താക്കൾ 300 കോടിയിലേറെയാണ്. അടുത്തിടെ ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ ലീജൻ ദി ഓണർ പുരസ്കാരം ലഭിച്ച മലയാളി വനിത. ഉത്തരം പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ്. തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ്. 1802-ൽ നെപ്പോളിയൻ ചക്രവർത്തി ഏർപ്പെടുത്തിയതാണ് ഷെവലിയർ പുരസ്കാരം. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്? ഉത്തരം വഇൽ അൽ ദഹദൂദ്. ഖത്തർ സർക്കാരിന്റെ ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ ചാനലിന്റെ ഗാസ ബ്യൂറോ ചീഫാണ്. കുടുംബം നഷ്ടമായിട്ടും അചഞ്ചലമായി മാധ്യമപ്രവർത്തനം തുടരുന്ന ദഹദൂദിനുള്ള ആദരവായാണ് പുരസ്കാരം നൽകിയത്. പാലസ്തീൻ നഗരമായ ഗാസയിൽ ഒക്ടോബറിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ദഹദൂദിന്റെ ഭാര്യയും മകനും മകളും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടിരുന്നു. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാധ്യമപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ ദഹദൂദ് ഇപ്പോഴും ചികിത്സയിലാണ്. 2024 ഫെബ്രുവരി 4-ന് അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ യഥാർത്ഥ പേര്? ഉത്തരം N. കുട്ടിക്കൃഷ്ണപിള്ള. അന്തിമലരി, കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, പവിഴമല്ലി, 51 അക്ഷരാളി, ടാഗോറിന്റെ ഗീതാഞ്ജലി വിവർത്തനം തുടങ്ങിയവ കൃതികൾ. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം കളമശ്ശേരി. 60 കോടതികൾ ഉൾക്കൊള്ളുന്ന ഹൈക്കോടതി സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം എറണാകുളം മെറൈൻ ഡ്രൈവിൽ. മഹാകവി ജി സ്മാരകം എന്നാണ് പേര്. മഹാകവിയുടെ ജീവിതം, പ്രധാന കവിതകൾ എന്നിവ ആധാരമാക്കിയുള്ള ചിത്രീകരണങ്ങൾ ഉൾപ്പെടുത്തിയ ആർട്ട് ഗാലറി, ഓടക്കുഴൽ ശില്പം, സാംസ്കാരിക നിലയം, ലൈബ്രറി എന്നിവ അടങ്ങുന്നതാണ് സ്മാരകം. അസമിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഉത്തരം കാജി നിമു. നാരങ്ങ ഇനമായ കാജി നിമുവിന് ഭൗമസൂചിക പദവി ലഭിച്ചിരുന്നു. തമിഴ് ചലച്ചിത്ര നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പേര്? ഉത്തരം തമിഴക വെട്രി കഴകം. ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയകം അംഗങ്ങളാണ് രാഷ്ട്രീയ കക്ഷി രൂപവത്കരിക്കാൻ മുന്നിട്ടിറങ്ങിയത്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ? ഉത്തരം പാർവതി ബറുവ. അസമിലെ ഗൗരിപൂരിലെ അവസാന രാജാവായിരുന്ന പ്രകൃതീഷ് ചന്ദ്ര ബറുവയുടെ മകളായ പാർവതി ഹസ്തി കന്യ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഹിമാചൽ പ്രദേശിലെ ബഗ്ലോഹിൽ 2024 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ നടന്നു. പേര്? ഉത്തരം ഗഞ്ചാർ. ഓരോ വർഷവും ഇരു രാജ്യങ്ങളിലുമായി നടന്നുവരുന്ന വാർഷിക അഭ്യാസത്തിന്റെ 11ാമത് എഡിഷനാണ് ഇക്കുറി നടന്നത്. വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിച്ച അരിയുടെ പേര്? ഉത്തരം ഭാരത് അരി. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ 5-10 കിലോഗ്രാം പാക്കറ്റുകളിലാണ് വിതരണം. സംസ്ഥാനത്ത് തൃശൂരിലാണ് ആദ്യ വിൽപ്പന നടന്നത്. അടുത്തിടെ അന്തരിച്ച ശ്രീല ഫ്ലാദർ ഏതു നിലയിൽ പ്രശസ്തയായ വനിതയാണ്? ഉത്തരം ബ്രിട്ടനിൽ മേയർ പദവിയിലെത്തിയ ആദ്യ ഏഷ്യൻ വനിതയായ ഇന്ത്യൻ വംശജ. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ
പ്രഭു സഭയിൽ അംഗമായിരുന്നു. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.